ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്ന മനസ്സുകൾക്ക് മാത്രമേ പൂർണ്ണമായി മനസ്സിലാകുകയുള്ളൂ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയാണത്. ഈ ഒരു വിഷയത്തിൽ രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവർ. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രത്യേകത അവർ സന്തോഷം കണ്ടെത്തുന്നത് അവരവരിൽ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവർ സിനിമ കാണാൻ വരെ ഒറ്റയ്ക്ക് പോകും. അവർക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇതേ കാര്യങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ യാതൊരു സന്തോഷവും കിട്ടില്ല. കാരണം അവർ സന്തോഷം കണ്ടെത്തുന്നത് മറ്റുള്ള വ്യക്തികളിലാണ്. അവർ സിനിമ കാണുന്നത് കേവലം കഥയും കഥാപാത്രങ്ങളും നന്നായാൽ മാത്രം പോരാ. അവർക്ക് ആ അവസരത്തിൽ ആ സന്തോഷം പങ്കിടാൻ കൂടെ ആള് വേണം. ഒറ്റപ്പെടൽ വേദനയായി എടുക്കുന്നവർക്ക് യാത്ര പോകുമ്പോൾ മനോഹരമായ സ്ഥലങ്ങൾ കണ്ടാൽ പോരാ, ആ സന്തോഷം പങ്കുവെക്കാൻ കൂടെ ആള് വേണം. സന്തോഷം മറ്റുള്ളവരിൽ തേടുന്ന ആളുകളാണ് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്ന സമയത്ത് ഒരു നവജാത ശിശു ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഒന്ന് ഉറക്ക കരഞ്ഞാൽ അയൽ വീട്ടുകാർ പോലും ഓടിവരും. എന്താണ് കുഞ്ഞ് കരഞ്ഞതെന്ന് ചോദിക്കും. ഒരു യാത്രയിലൊക്കെ ഒരു കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞ് കരഞ്ഞാൽ ആ യാത്രികര് ഒപ്പമുള്ള അപരിചിതരായിട്ടുള്ള യാത്രക്കാർ പോലും അതിലേക്ക് ശ്രദ്ധ വരും, നമുക്ക് അറ്റൻഷൻ കിട്ടും. അതേ കുഞ്ഞ് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കടന്ന് ജീവിതത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ ശ്രദ്ധ സമൂഹത്തിൽ നിന്ന് കിട്ടില്ല. ഈ ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ബാധ്യതയും ആർക്കുമില്ല. നമ്മെ സന്തോഷിപ്പിക്കാനായി ഈ ലോകത്ത് ആരുമില്ല. നമുക്കും ആരെയും സന്തോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമില്ല. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാം പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടാൽ, എൻ്റെ സന്തോഷം ഞാനാണ് കണ്ടെത്തേണ്ടത് എന്ന ചിന്ത എനിക്കുണ്ടായാൽ ഏകാന്തതയെ നമുക്ക് ഒരു പരിധിവരെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായി മറ്റുള്ളവരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. സമൂഹത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവരും നമ്മളെപ്പോലെ ആയിരിക്കില്ല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം പോലും അതേ അളവിൽ മറ്റുള്ളവർ തിരിച്ചു തരില്ല. അവരുടെ കുറവുകളോട് കൂടി അവരെ സ്നേഹിക്കാൻ നാം പഠിക്കുന്നിടത്താണ് സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ട് എന്നാണ്. സൗഹൃദത്തിന്റെ ഒരു വാതിൽ നാം തുറന്നിടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറവുകളെ നാം ഒരു പരിധിവരെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവർ ഇങ്ങോട്ട് തരുന്ന സ്നേഹം നാം ആഗ്രഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ, അതായത് നമ്മളുടെ ആഗ്രഹം വലുതും കിട്ടുന്നത് കുറവും ആകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നാം നമ്മളുടെ ജീവിതത്തിൽ മാറ്റേണ്ടത്. ഇനി ഏകാന്തത അങ്ങനെ നമുക്ക് വന്നു ഭവിച്ചാൽ ആ ഏകാന്തത ആസ്വദിക്കാനും നമുക്ക് കഴിയണം. ആരും കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനും ആ ജീവിത യാഥാർത്ഥ്യങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് അടുത്ത വസ്തുത. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ കുറവുകളോടുകൂടി അവരെ സ്വീകരിക്കുകയും ഇനി ഏതെങ്കിലും കാരണവശാൽ നാം ഒറ്റപ്പെട്ടു പോയാൽ ആ ഒറ്റപ്പെടലിനെ പോലും ആസ്വാദികരമാക്കി മാറ്റുകയും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നാം വളർത്തിയെടുത്താൽ തീർച്ചയായും നമുക്ക് ഏകാന്തതയെ അതിജീവിക്കാം. പക്ഷെ ഇതോടൊപ്പം കൂടി നാം വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലോ വരുന്ന ഒറ്റപ്പെടലിനേക്കാൾ നമുക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ. നാം ഒരു വ്യക്തിയായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നാം നോക്കിയാൽ മതി. നാം വിവാഹം കഴിച്ച് നമ്മുടെ കൂടെ ഒരു പങ്കാളി വരുമ്പോൾ പങ്കാളിയുടെ ഇഷ്ടം കൂടി നോക്കണം. മക്കൾ ഉണ്ടാകുമ്പോൾ മക്കളുടെ ഇഷ്ടം കൂടി നോക്കണം. നാളെ ഈ മക്കളും വളർന്ന് അവരും വിവാഹം കഴിച്ച് മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഇഷ്ടങ്ങൾ കൂടി നാം നോക്കണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം ഇഷ്ടത്തിന് എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിലും നാം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നാം ബോധപൂർവം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കുടുംബവുമായിട്ടും സമൂഹവുമായിട്ടും യോജിച്ചു പോകാനുള്ള കാരണങ്ങൾ നാം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടേതായ ചില വിനോദോപാധികൾ, നമ്മളുടേതായ ജീവിത ലക്ഷ്യങ്ങൾ, ഇതൊക്കെ നാം വളർത്തിയെടുക്കുകയും ചെയ്താൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയും. എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാക്കാം. അദ്ദേഹം ഏതാണ്ട് 60 വയസ്സ് പിന്നിട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത സമയത്ത് നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി.
മക്കൾ രണ്ടുപേരും വിദേശത്താണ്. ഒരു 2 വർഷത്തോളം വളരെയധികം ഏകാന്തത അനുഭവിച്ച അതിന്റെ ബുദ്ധിമുട്ടുകൾ നിരന്തരം ഞങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചിത്രകല പഠിപ്പിക്കുന്ന ഒരു പരസ്യം കാണുകയും അതിലേക്ക് അപേക്ഷ അയച്ച് വീട്ടിലിരുന്ന് ചിത്രരചന പഠിക്കുകയും അതിനു മുമ്പ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വലിയ കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് നന്നായിട്ട് മറ്റുള്ളവരുടെ ഫേസ് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. നല്ല മുഖചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. അത് വരയ്ക്കുന്നതിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ചിത്രം വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് ഇന്ന് അദ്ദേഹത്തിന്റെ വാർദ്ധക്യം, കാരണം സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല, മക്കൾ നന്നായിട്ട് ധനമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ ശ്രദ്ധയുണ്ട്, വീട്ടിൽ ജോലിക്കാരൊക്കെയുണ്ട്, അദ്ദേഹത്തിന് സൗഹൃദങ്ങളാണ് ആവശ്യം. ഇന്ന് ആ ചിത്രകല എന്ന് പറയുന്ന ആ ഒരു ഒറ്റ മേഖലയിൽ അദ്ദേഹം ഈ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന്റെ ഹോബി അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പാഷനായിട്ട് അത് മാറ്റിയപ്പോൾ ഇന്ന് അദ്ദേഹം ജീവിതം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ധാരാളം സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് അതിലൂടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ജീവിതത്തിൽ നാം ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെ നമുക്കും കാരണങ്ങളുണ്ട്, നമുക്കും പങ്കാളിത്തമുണ്ട്. ആ ഒരു കാരണം നാം ഒഴിവാക്കി നമുക്ക് സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിയും. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷത്തിനുള്ള വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും.